സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അടിപൊളി. ഹായ് ഗൈസ്, രാവിലെ തന്നെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പാല് കാച്ചാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പോകാറായപ്പോഴേ ശ്രദ്ധിച്ചു അച്ഛൻ എന്താ വന്നതേ ഉള്ളൂ. പിന്നെ അച്ഛൻ റെഡിയാവുന്ന സമയം കൊണ്ട് ഞങ്ങൾ നേരെ ഫ്രെയിം എടുക്കാൻ പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം നോക്കിയതേ ഉള്ളൂ. രണ്ടെണ്ണം എടുത്തപ്പോൾ തന്നെ ഈ ബുദ്ധൻ്റെ ഫ്രെയിം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഞാൻ ശ്രദ്ധിച്ചത്. അടുത്ത ജിമ്മാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരാൾ പോയി ഓരോന്നോരോന്നായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വരിക. അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് നമ്മളിങ്ങി പോന്നു. ആദ്യം കണ്ടത്. അതിൻ്റെ ഇടയിൽ അമ്മ ഒരു ഫ്രെയിം പൊട്ടിച്ചു. അമ്മയ്ക്കുള്ള കാര്യമേ. പിന്നെ കാണാൻ കണ്ടില്ലേ, ഒരാൾ ഡമ്പലും പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് എവളെ വിരുവിരിപ്പ് കണ്ടുകൊണ്ട് അവിടുത്തെ ചേച്ചി ഞങ്ങളെ തന്നെ ഇറക്കി വിട്ടു. പിന്നെ ആദ്യം കണ്ട ഫ്രെയിം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഹോട്ടലാണ് കേട്ടോ പോണത്. അതല്ലെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഹോട്ടലിൽ പോകും. ഒരാളോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചാണ്ടില്ലേ, എന്നെ ആക്കിയാണെന്നാണ് തോന്നുന്നത്. പോണ പോക്കി തന്നെ ഞങ്ങളത് ഗിഫ്റ്റ് പേപ്പർ പൊതിയുകയും ചെയ്തു. കണ്ടില്ലേ, അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഹാപ്പിയായി. സംഭവം നമ്മൾ വളരെ വളരെ ലേറ്റാണ്. രാവിലെ ചെന്നില്ല, ഞങ്ങൾ ഉച്ചയ്ക്കാണ് ചെന്ന് കയറിയത്. സംഭവം ഞങ്ങളുടെ മാമീൻ്റെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ചാമ്മ ഞങ്ങളെയും കൊണ്ട് നേരെ വീട്ടിനകത്ത് കയറി. കണ്ടില്ലേ, പിള്ളേരൊക്കെയാണെങ്കിൽ ഫുൾ ഓണാണ്. ഗിഫ്റ്റ് കൊണ്ട് മാമീരെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതാ ഈ കുഞ്ഞുവാവ. പുള്ളിക്കാരെ എല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുക. കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കളിപ്പിച്ച് ലാസ്റ്റ് അവനെ ഞാനിങ്ങനെ കൈ തൂക്കി. കരയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും എടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ കളിപ്പിച്ചിരുന്നു. അപ്പോഴാണ് വീട് കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. കണ്ടില്ലേ, പൂജാമുറിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് റൂമിൽ ചെന്നപ്പോൾ പിള്ളേരെല്ലാവരും ഇരുന്ന് അവലും മലരോടും കട്ട് നിന്നു. അതും കണ്ട് ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ അച്ഛ ഇരുന്ന് കഴിക്കണം. ഇതൊക്കെ എപ്പോൾ കയറിയാൽ എന്തോ. പിന്നെ ഞങ്ങൾ 2 സീറ്റ് സംഘടിപ്പിച്ച് ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ബിരിയാണി ടേസ്റ്റ് ആയിരുന്നു. 2 തവണ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അല്ലേ, അമ്മാവയ്ക്കൊക്കെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോഴേക്കും അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.